ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാനറ്റ് ട്യൂണ വെച്ചിട്ടുള്ളൊരു റെസിപ്പി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ ട്യൂണ പാക്കാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ ഒലിവ് ഓയിലിൻ്റെ പാക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉണ്ടാവും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ 170 ഗ്രാം ട്യൂണയുടെ മസാലയുടെ അളവാണ് കേട്ടോ അതിനകത്ത് പറയുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 സ്പൂൺ, അതുപോലെ തന്നെ പകുതി സവാളയും പകുതി തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ക്യാനിലെ ഓയിൽ മുഴുവനായിട്ട് നമുക്ക് കളയണം. ഈ ഓയിൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ട്യൂണ കഴുകിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും നന്നായിട്ട് വാടി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ പൊടികളായിട്ട് 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ കറിമസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളൊക്കെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എരിവ് ഇത്തിരി അധികം വേണ്ടവർക്ക് കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ട്യൂണ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാലയിൽ ഈ മീൻ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കുറച്ച് മസാലയിൽ ഈ മീൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഈ മസാലയും മീനൊക്കെ കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഓൾറെഡി ഹാഫ് കുക്കാണ് കേട്ടോ ഈ മീൻ. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്ക് കുറച്ചെടുത്തൊന്ന് കഴിച്ചു വെക്കുക. അപ്പോൾ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സൈഡായിട്ട് എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ് കേട്ടോ. കുബൂസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തോ.